അപ്പൊ ചാക്കോച്ചനെ ആരാ നോക്ക? ആര് ചാക്കോച്ചനെ നോക്കും? എന്നിട്ട് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ദോശയാണ് പ്ലാൻ ചെയ്തിരുന്നത്, മസാല ദോശ. അപ്പോൾ ഞാൻ ഇന്നലെ മസാലയും ചട്നിയും ഒക്കെ അടിച്ചു വെച്ചു. കാരണം ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ പൊതുവേ ഞങ്ങൾ ലേറ്റാണ്, അതിൻ്റെ കൂടെ മടിയും കൂടെ കൂടി വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി വന്നു. ഓൾറെഡി നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഷടേന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് പതുക്കെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ ഫ്രിഡ്ജിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ആവശ്യം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് മസാലയും ഞാൻ ടൊമാറ്റോ ചട്നി ആട്ടോ അടിച്ചിരുന്നത്, അത് ഇങ്ങോട്ടെടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ചായയല്ല കാപ്പിക്കുള്ള പാലെടുത്ത് പുറത്ത് വെക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ മാവ്, ദോശമാവുണ്ടല്ലോ, പക്ഷേ അത് ഫ്രിഡ്ജിൽ ഇരുന്നിരുന്ന് ലൂസായി ആകെ വെള്ളപ്പരുവായിട്ടോ. എനിക്കതുകൊണ്ട് ഇന്ന് രാവിലെ ശരിക്കും പണി കിട്ടി എന്ന് പറയുന്നതായിരിക്കും സത്യം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ ഡാഡിക്കുള്ള കട്ടൻ കാപ്പി ഞാൻ ഇട്ട് വെക്കുകയാണ്. ദോശക്കല്ലിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോൺ ചേട്ടൻ വിളിച്ചത്, മുകളിലോട്ട് വായോ, അവൻ കാര്യമെല്ലാം സാധിച്ചിരിക്കുകയാണ്, വന്ന് ക്ലീൻ ചെയ്യുമോ എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചാക്കോച്ചനെയും കൊണ്ട് താഴോട്ട് വന്നു കേട്ടോ. ഡോൺ ചേട്ടന് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ ചാക്കോച്ചനെ ഉറക്കപ്പിച്ചിലാണ് ഇരിക്കുന്നത്. വെളുപ്പിന് ഒരു സെറ്റ് കളി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പരിപാടികളിൽ ഇനിയും ചെയ്തു തുടങ്ങണം. ദോശ ഉണ്ടാക്കണം. ഡോൺ ചേട്ടന് മസാല ദോശ ഇഷ്ടമല്ല എന്നെപ്പോലെ. അപ്പോൾ ഡോൺ ചേട്ടൻ ഞാൻ മുട്ട ദോശ ഉണ്ടാക്കി തരാമെന്ന് ആദ്യം ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞാൽ എന്നാൽ മുട്ട ദോശ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യത്തെ ദോശ തന്നെ ചീറ്റിപ്പോയി. അല്ലെങ്കിൽ നല്ല പേപ്പർ റോസ് നമ്മുടെ കല്ലിൽ കിട്ടുന്നതാണ്. ഇത് വെള്ള പരുവായപ്പോഴത്തേക്കിനും അത് വരുന്നില്ലായിരുന്നു. അങ്ങനെ എന്താ പറയുക, ആകെ മൊത്തം പ്ലാനുകൾ ചീറ്റി. പിന്നെ എല്ലാവർക്കും കുട്ടിദോശ ഉണ്ടാക്കി മസാല സൈഡ് വെച്ച് കൊടുത്തു. അതേ ചെയ്യാൻ മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദേ തോമുകുട്ട റെഡി ആയിട്ട് വന്ന് അപ്പയൊക്കെ കഴിച്ച്. ഇതിനിടയ്ക്കത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ആകെ ബിസിയായി. ചാക്കോച്ചൻ എൻ്റെ കരയുന്നുണ്ടായിരുന്നു. ചാക്കോച്ചന് ഫുഡ് കൊടുത്തു. അങ്ങനെ ആകെ മൊത്തം തിക്കും തിരക്കും മോളിയും ബഹളവുമായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ഒരു വ്ളോഗ് എടുക്കുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പോസിബിൾ അല്ല. ഈ പിള്ളേരുടെ ചൊറിച്ചിലും ഒക്കെ ആയിട്ട് മെയിൻലി രാവിലെ നമ്മുടെ ചാക്കോച്ചിൻ്റെ ആയിരിക്കും കേട്ടോ. എൻ്റെ കൂടെ മോസ്റ്റ്ലി ഹൈച്ചാറിൽ അവിടെ ഇരിക്കുകയായിരിക്കും രാവിലത്തെ സമയം. പിന്നെ ഞങ്ങൾ മുകളിൽ പോയിട്ട് ഞങ്ങളുടേതായ കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൻ്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ അവനും വിചാരിക്കില്ല ഈ അമ്മ എന്നിട്ട പരിപാടിയാണ്. അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇനി കുറച്ച് പരിപാടിയും കൂടെ അടുക്കളയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള അപ്ഡേഷനിൽ നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ്. നെക്സ്റ്റ് നമ്മളൊരു കുക്കർ വാങ്ങിച്ചു കേട്ടോ. ആദ്യം നമ്മൾ വാങ്ങിച്ച കുക്കർ എന്ന് പറഞ്ഞാൽ ചെറിയ കുക്കറാണ്. കറികളൊക്കെ വെക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചോറ് വെക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ഗ്ലാസ് ഉച്ചയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. രാത്രിയൊക്കെ നമ്മൾ 2 ഗ്ലാസ് ചോറാണ് ഇടാറ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ അടുത്ത ഒരു സൈസിലുള്ള കുക്കർ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻഡസ് വാലിയുടെ തന്നെ കണ്ടോ ബോട്ടം ഔട്ടർ ലിഡ് പ്രഷർ കുക്കർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 4.5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. നല്ല, ഞാൻ ആദ്യം വിചാരിച്ചു കുഞ്ഞിതാണെന്ന് വിചാരിച്ചു. ആ സെയിം ഉള്ളത് തന്നെ, പക്ഷെ ആ റൗണ്ടിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ അവരുടെ വാറണ്ടി കാർഡ്, മാനുവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നല്ല ഫിനിഷിങ് ഉള്ള ഒരു കുക്കറാണ് കേട്ടോ. അപ്പം ഇതിന് ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഇനി പിടിപ്പിക്കണം. ഡാഡി പിടിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ രണ്ടിനും ഈ മൂടിയിൽ വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സംഭവത്തെ വരുന്ന ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിസിലായിട്ട് മാത്രമൊക്കെ ഇവരുടെ സൈറ്റിൽ ഞാൻ കണ്ടു കേട്ടോ. ഇതിൻ്റെ പറ്റിയൊരു വിസിലുണ്ട്. ഫുൾ നമ്മൾ ഇൻഡസ് വാലി ആക്കുന്നത് കൊണ്ട് കുക്കറും നമ്മൾ ഇൻഡസ് വാലി ആക്കിയിട്ടോ. ഇതാണ് കേട്ടോ കുക്കർ എന്ന് പറയുന്നത്. നല്ല അടി ഭയങ്കര കട്ടിയാണ് കേട്ടോ. അബദ്ധവശം നമ്മുടെ കണ്ണ് തെറ്റിയാലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ബോട്ടം നല്ല കട്ടിയുള്ളതാണ്. പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏറ്റവും സൗകര്യം ഇൻഡക്ഷൻ ബേസ് ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ഇൻഡക്ഷനാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻഡസ് വാലിയുടെ എല്ലാ പാത്രങ്ങളും ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. നമ്മുടെ ഹെൽത്തിന് വളരെ നന്നായിട്ടുള്ള സംഭവമാണ്. അപ്പം ഇത് മാത്രമല്ല, വേറെ കുറേ പാത്രങ്ങൾ അവർക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ വരെ ഉണ്ട് കേട്ടോ. ഞാനത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് വാട്ടർ ബോട്ടിൽസ് ഉള്ളത് കണ്ടത്. ചീനച്ചട്ടികൾ കുറേ പേര് പറഞ്ഞു വാങ്ങിച്ചിട്ട് ഭയങ്കര നല്ല റിവ്യൂസ് ആണ് കേട്ടോ പറഞ്ഞത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പാത്രങ്ങളും ഇൻഡസ് വാലി ആയി. കുറച്ചും കൂടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. കുറച്ച് ചെറിയ ചെറിയ പോട്ടുകൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാസ്റ്റ് അയണും ഒക്കെ ഉണ്ട് കേട്ടോ.
അപ്പം നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ക്ലാരാച്വൽ കേട്ടോ, ക്ലാരാച്വൽ എന്ന് പറഞ്ഞാൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ കുക്കറിൻ്റെ ലിങ്കും അതുപോലെ അത് വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുക്കർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയട്ടോ. ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. ചോറ് ഇതിൽ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നോക്കട്ടെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത്. വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കാണിക്കാം കേട്ടോ. അപ്പം അങ്ങനെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളും ഇൻഡസ് വാലിയുടെ പ്രൊഡക്ട്സ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ചാക്കോച്ചനെ വെള്ളിയാരത്തിൽ എൻ്റെ താഴത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് കയറി വന്ന് ഒന്ന് ഉറക്കിയതാണ്. ആൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കിയതാണ്. അപ്പോൾ അതേ അരമണിക്കൂർ തികച്ചുറങ്ങില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്തുവാരി ബെഡൊക്കെ ഒന്ന് ഒതുക്കിയിട്ടു. അപ്പോഴത്തേക്കിനും ചേട്ടൻ എഴുന്നേറ്റു കേട്ടോ. ഇനി അഥവാ ഞാനെങ്ങാനും റെസ്റ്റ് എടുക്കാൻ കിടന്നാലോ. ഹായ് പറയൂ. ഹായ്. ലിലുമമ്മ എവിടെ? ലിലുമമ്മ അയ്യോ എന്നാ അവിടെ ഇരിക്കുക. നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ കയറി വരെ. ആള് കട്ടിലേൽ ഇങ്ങനെ ഉരുണ്ട് അപ്പുറത്തോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, അറ്റത്തേക്ക് പോവുക. എന്നിട്ട് ഞാൻ അറ്റത്ത് എന്ത് ചെയ്യുന്നു വെച്ചോ, നമ്മുടെ 2 ബ്ലാങ്കറ്റ്സും ഇങ്ങനെ ഇടും. അല്ലെങ്കിൽ അവൻ തന്നെ ആ വീഡിയോ കട്ട് ചെയ്ത് വിട്ടു. അല്ലെങ്കിൽ അവൻ ആ കട്ടിലിൻ്റെ ആ കമ്പിയിൽ പോയി പിടിച്ച് നിന്ന് മോന്തിടിച്ച് പപ്പടാവും കേട്ടോ. ആൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ നടക്കാല്. ഹായ് പറഞ്ഞു ആൻറ്റിമാരോട്. ഹായ് ഹായ് ഹായ്. ചാക്കോച്ചൻ ഭയങ്കര ബിസിയാണ്. ഇനിയിപ്പോൾ ഉറങ്ങത്തൊന്നുമില്ല. എന്നെ ചൊറിഞ്ഞിരിക്കുക, അതേ ഉള്ളൂ അവനുള്ള ജോലി. അപ്പം തുണിയൊക്കെ ഞാൻ ഇന്നലെ മടക്കി വെച്ചു. ഒന്നും കബോർഡിൽ എടുത്ത് വെച്ചിട്ടില്ല. മടക്കി വെച്ചാൽ തന്നെ വലിയൊരു ജോലി കഴിയും. ഒരു ഗ്യാപ്പ് കിട്ടുമ്പം അതങ്ങ് എടുത്താൽ അലമാരിയിൽ വെച്ചാൽ മതിയല്ലോ. ഒരു സെറ്റ് ഇനിയും സ്റ്റാൻഡിൽ കിടപ്പുണ്ട് മടക്കാനായിട്ട്. നമ്മൾ ആ ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ കുറച്ച് ഇതായി. കാരണം അതിന് തലേ ദിവസം ഞാൻ ബെഡ്ഷീറ്റുകളൊക്കെ അലക്കിയിട്ടിരുന്നു. അമ്മ വരുന്ന അന്ന് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അലക്കാൻ പറ്റിയില്ല. സോ ആകെ മൊത്തം ഇതായി, ഡിസോർഡറായി. ഇനി ഒരു ഒറ്റ അലക്കും കൂടെ കഴിയുമ്പോൾ എല്ലാം സെറ്റാവും. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് താഴെ വന്നിട്ട് ഡിമ്പിൾ കറികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തൊന്ന് ചൂടാക്കി ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പം ഞാനിപ്പം നേരത്തെ ഭക്ഷണം കഴിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഡിമ്പിൾ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചു. ചാക്കോച്ചനുള്ള ചോറ് അടിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കക്ക എടുത്ത് മാത്രം ചൂടാക്കി. കാരണം ബാക്കി ഒറ്റടിക്ക് ചൂടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ടും വെച്ചു കേട്ടോ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ഫുഡ് കഴിക്കുക, ചാക്കോച്ചനെ ഒന്ന് ഉറക്കാൻ നോക്കണം. അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കഞ്ഞിവെള്ളം കുറ്റാനോ ഇഷ്ടമായോ? മാറ്റൊന്നും വലിച്ചോണ്ട് പോരുത് കേട്ടോ, അടിയാണ്. എവിടെയാ പോനെ? കബോർഡ് തുറക്കാൻ പോവാ? വായോ, മാറ്റിൽ മാട്ടിപ്പോയോ? പാച്ചു ഇവിടെ, പാച്ചു ചെന്ന് നോക്കിയ പാച്ചു ഉണ്ടോന്ന് അവിടെ. ചെല് നോക്കിയിട്ട് വായോ, ചെല്. ചാക്കോച്ചന് ഇതേ കഞ്ഞിയൊക്കെ കൊടുത്ത് സെറ്റാക്കി ചാക്കോച്ചൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ പാട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അതിനൊത്ത് താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴയൊക്കെ ആയ പിന്നെ കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ രസമാണ് കേട്ടോ. അപ്പം ഞാൻ ചാക്കോച്ചനെ ഉറക്കാൻ കുറേ ശ്രമിച്ചു കേട്ടോ. ഒരു 3:45 3:30 കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഉറങ്ങാൻ, അല്ലെങ്കിൽ 2:30 കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഒന്ന് ഉറങ്ങാൻ നോക്കി. അങ്ങനെയൊക്കെ ആയിരുന്നു. ആൾ അമ്മയുടെ കൂടെ ആയിരുന്നപ്പോൾ ഫുൾ ടൈം ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അവൻ്റെ കൂടെ ഒരാൾ ഇങ്ങനെ ഇരിക്കുക. ഇവനെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി എണ്ണിക്കും. അപ്പോൾ ഇവിടെ പാച്ചു അങ്ങനെയാണ് കേട്ടോ. ഡിമ്പിൾ കൂടെ കിടന്നില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് അവൻ്റെ വഴിക്ക് പോവും. അങ്ങനെ അപ്പോൾ ചാക്കോച്ചനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ പോയപ്പോഴാണ് ഞങ്ങളുടെ ഈ ഒരു റീൽസ് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ എടുത്താണ്. പാളിപ്പോയ കരിങ്കാളിയാണ്. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ശരിക്കും. ഇതല്ല, ഇനി കുറേ ഉണ്ട് കോമഡി പറയുന്നതും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ വെറുതെ അവർക്കൊരു ചീത്തപ്പേര് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പോർഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും തിരിച്ച് ലാസ്റ്റ് ഫ്രൈഡേയിലേക്ക് പോയി എന്ന് പറയുന്നതായിരിക്കും സത്യം. അങ്ങനെ അതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് 3:30 3:45 ചാക്കോച്ചനൊന്ന് ഉറങ്ങി. തോമു വരാറായപ്പോൾ പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റു കേട്ടോ.
അപ്പോൾ ഇന്ന് മമ്മിയാണ് തോമുനെ ബബിൾസിൽ നിന്ന് റിസീവ് ചെയ്തത്. ചാക്കോച്ചി കുറുമ്പനാണോ തോമു? കോട്ടയത്ത് പറഞ്ഞു വിട്ടാലോ? നീ മാമ്മയുടെ വീട്ടിൽ പറഞ്ഞു വിടാം അല്ലേ? അത് വേണ്ട, തോമിന് ഇഷ്ടമായതുകൊണ്ടല്ലേ വരുന്നത്. നിന്നെ അടിക്കുന്നു. അടിക്കണ്ട, തോമുന്റെ ബേബി അല്ലേ. ചാക്കോച്ചനാണ് ഇപ്പോഴത്തെ കുറുമ്പൻ ഇവിടുത്തെ. തോമുക്കുട്ടൻ പാവോ അല്ലേ തോമു? തോമു പാവാണോ? ആ അപ്പൊ ചാക്കോച്ചനെ ആരാ നോക്കുക? ആര് ചാക്കോച്ചനെ നോക്കുക? ആ എന്നിട്ട് ഞാൻ കോട്ടയത്ത് പോക്കോളാം അല്ലേ? ചാക്കോച്ചിനെ കൊണ്ടുപോകട്ടെ കോട്ടയത്ത് പോകുമ്പോ? ഞാനും ചാക്കോച്ചിയും പോവാ. ഈശോ എന്റെ ഫോൺ. തോമിന് ഇഷ്ടായോ പുതിയ ടോയ്? ഇതാരാ മേടിച്ചെന്ന്? ആണോ? തോമ ഏത് സ്കൂളിലാ പോണേ? ഇഷ്ടാണോ? സ്കൂൾ ഇഷ്ടായോ? ഹലോ പുഴുക്കുഞ്ഞ് പോണോ? പുഴുക്കുഞ്ഞ് പോണോ? അപ്പം ഞങ്ങളിന്ന് നേരത്തെ താഴെ ഇറങ്ങി വന്നു. പാച്ചു ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോഴാണ് തോമു പാപ്പൻ്റെ കൂടെ ഇരിക്കുന്നു. ഡാഡിയും പറഞ്ഞത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. തോമു അങ്ങനെ ഇങ്ങനെയൊന്നും ഡാഡിയുടെ അടുത്ത് പോയി ഇരിക്കില്ല കേട്ടോ. എന്നാൽ ഇഷ്ടം അതാനും. അപ്പോൾ അതേ അതിനിടയ്ക്ക് ഞാൻ തേങ്ങ ചിരകാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഓർത്ത് ഉപ്പുമാവ് വെച്ച് വെക്കാം, അപ്പം കാര്യങ്ങളൊന്നുകൂടി ഈസിയായി. അല്ലെങ്കിൽ രാവിലെ സ്നാക്സിന് തോമിന് കൊണ്ടുപോകാനുള്ള സ്നാക്സും ഒക്കെ ആകുമ്പോൾ തിക്കും തിരക്കും ഒക്കെ ആവും, അപ്പോൾ നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ തണുപ്പാണല്ലോ, അപ്പോൾ ചീത്തയായും പോവില്ല. രാവിലെ ആകുമ്പോൾ നല്ല പ്ലഫി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചായ ഇട്ടായിരുന്നു, ചായ കുടിച്ചു. അങ്ങനെ അപ്പോൾ അവർ ഡിംപിള് നൂഡിൽസിൻ്റെ പിസ്സ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ അങ്ങനെ ഫുഡ് ഇൻടേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തോമുകൂട്ടൻ ഉറങ്ങി. അപ്പോൾ ആ ഗ്യാപ്പിൽ അപ്പാപ്പനെ സ്നേഹിക്കാൻ പാച്ചു വന്നു. പാച്ചുവിൻ്റെ ജീവനും പ്രാണനും ഒക്കെ അപ്പാപ്പനാണ് കേട്ടോ. അപ്പോൾ അവരുടെ കളികളൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കപ്പയാണ് കേട്ടോ ഡിംപിളെന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ കപ്പയൊക്കെ കഴിച്ചിട്ട് ഞാൻ കയറി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചാക്കോച്ചനുള്ള ഫുഡാണ് കേട്ടോ. ഇത് ഓട്സാണ്, മില്ലറ്റ് ആൻഡ് ഓട്സാണ് കേട്ടോ. സ്ലഫ് ഫാമിൻ്റെ ആണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഫിൽറ്ററിൽ നോക്കിയപ്പോൾ വെള്ളമില്ല. ഞാനോ ഡാഡിയോ മമ്മിയോ ആയിരിക്കും മോസ്റ്റ്ലി നിറയ്ക്കുക, ഞാൻ അല്ലെങ്കിൽ മമ്മി. അതാണ് കൂടുതലും ഇപ്പോൾ. അപ്പോൾ ഞാനതൊക്കെ ഫില്ല് ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങളിലേക്ക് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഡോൺ ചേട്ടൻ വന്നു. ഡോൺ ചേട്ടൻ തോമുനെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ചാക്കോച്ചനെ കുളിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടി, എനിക്ക് കുളിക്കുക ഒക്കെ ഉള്ള പരിപാടികളാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ. അടുത്തതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു. തിരക്കും ബിസി ഒന്നാണല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതിനാണ് കേട്ടോ, നമ്മുടെ വിഷു ബമ്പർ. അപ്പം കുറേ നാളായിട്ട് അമ്മച്ചി മരിക്കണ വരെ പറയായിരുന്നു, നിങ്ങളൊരു ബമ്പർ എടുക്കും മക്കളെ, എങ്ങാനും നിങ്ങൾക്ക് ദൈവം കരിഞ്ഞു തന്നല്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കർത്താവിന് ബമ്പർ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, നമുക്ക് മാത്രമായിരിക്കില്ല. എന്നാലും അമ്മ എടുക്കില്ലായിരുന്നു കേട്ടോ. അമ്മ പറയും എന്തിനാ ഒരു സമയത്ത് 500 രൂപ 300 രൂപ അങ്ങനെ ആ ഒരു സമയത്ത്, അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് വലിയ എമൗണ്ട് ആയിരുന്നു. അപ്പം പറയേ വേണ്ട അമ്മച്ചി, ആ 300 ഉണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പൊ ഈ പ്രാവശ്യം വീട്ടിൽ പോയപ്പം ഈസ്റ്ററിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല. എല്ലായിടത്തും ഗൂഗിൾ പേ വേണമെന്നില്ല. അപ്പൊ ഞാൻ അമ്മയുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 500 രൂപ മതി അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്കൊരു 500 രൂപ എടുത്തു തന്നു. അപ്പൊ ആ പൈസക്കാണ് ഞാൻ ഈ ബമ്പർ വാങ്ങിച്ചത്. നമ്മുടെ എക്സിബിഷന്, പൂരം എക്സിബിഷന് പോയപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇത് ഇന്നാണ് നറുക്കെടുപ്പ് എന്നുള്ള കാര്യം മറന്നിട്ടുണ്ടായിരുന്നു.
ഡോൺ ചേട്ടൻ എന്നെ ഉച്ച കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ റിസൾട്ട് നോക്കിയോ? ഞാൻ പറഞ്ഞു, നമ്മളൊന്ന് ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ലല്ലോ, ഡോൺ ചേട്ടൻ കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, വിഷു ബമ്പറിന്റെ റിസൾട്ട് ഇന്നാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആണോ? അപ്പൊ നീ നോക്ക്. ഞാൻ പറഞ്ഞു, അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഇത് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഹബ്ബൊക്കെ പൂട്ടിയിട്ട് വീട്ടിലോട്ട് വരാൻ. ഞാൻ പറഞ്ഞു, വേഗം വന്നു പറഞ്ഞു. അങ്ങനെ എന്നെ നോക്കിയപ്പോ മടിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ലാസ്റ്റ് നമ്പറിന് പോലും മടിച്ചിട്ടില്ല. എന്നാലും സാരില്ല, ആരെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ആദ്യത്തേത് 12 കോടി, 1 കോടി, 10 ലക്ഷം, 5 ലക്ഷം, അങ്ങനെ കുറെ ഉണ്ട്. നമുക്ക് 5 ലക്ഷം പോയിട്ട് 5000 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇറ്റ്സ് ഓക്കെ. ആരാ വിജയിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കല്ല, സർക്കാർ തീരുമാനിച്ച് എല്ലാവർക്കും സമ്മാനം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാനിത് എൻ്റെ കവറിൽ നിന്ന് പോലും എടുത്തിട്ടില്ല. വളരെ ഭദ്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ കുറെ ചിരിച്ച്, സത്യം പറഞ്ഞാൽ ഞാൻ നോൺചേട്ടനോട് പറഞ്ഞു, ഇതെങ്ങാനും എനിക്ക് അടിച്ച എല്ലാ പ്ലാനും റെഡിയാണ്, ഇനി അതോർത്ത് ആരും തല പുകയ്ക്കണ്ട. ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, ആദ്യം അച്ഛനെയും അമ്മേനെയും തൃശ്ശൂർക്ക് കൊണ്ടുവരും, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മമ്മിയാണ് കേട്ടോ. അച്ഛനെയും അമ്മേനെയും കൊണ്ടുവരുന്നുണ്ട. ഞാൻ പറഞ്ഞു, അടിച്ചാൽ കൊണ്ടുവരും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും, എനിക്ക് ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആവണം, എന്നിട്ട് വേണമല്ലോ എനിക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ. പിന്നെ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പ്ലാൻ ചെയ്യാമല്ലോ, അതിന് വലിയ ചെലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ എനിക്ക് ബമ്പർ അടിച്ചിട്ടില്ല. അടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നെ പോലെ കുറേ പേർക്ക് കാണും. അതിൽ ഒരാളായിട്ട് ഞാൻ എന്നെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ അധികം കാര്യങ്ങളും വിശേഷങ്ങളും ഒന്നും ഇല്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തു. ഈ പറയുന്ന പോലെ ഇനിയിപ്പം ഒന്നും കൂടെ തിരക്കാവത്തേ ഉള്ളൂ തോന്നുന്നു. അല്ലെ, ഫസ്റ്റ് സ്കൂളിൽ പോയി തുടങ്ങിയാൽ എൻ്റെ ടൈമിങ് വളരെ ചുരുങ്ങിപ്പോവും. ഫ്രീ ടൈം അല്ലെങ്കിൽ ഒന്ന് ചാക്കോച്ചനുമായിട്ടിരിക്കുന്ന സമയം എല്ലാം ഇതാവും. കാരണം 10 മണിക്ക് പോയിട്ട് 1 മണിയാകുമ്പോൾ 1:15 ആൾ തിരിച്ചു വരും. അപ്പൊ ഫുൾ പരിപാടികളും ഒന്നും കൂടെ ഭയങ്കര ബിസി ആവും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. അറിയില്ല, നമുക്ക് നോക്കാം. 1 മണിക്കൊക്കെ വരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 2 മണി തൊട്ട് 3 മണി വരെ കിടത്തി ഉറക്കാം. ആഗ്രഹങ്ങളാണ്. ഓക്കെ, ആഗ്രഹത്തിന് നമുക്ക് പൈസ ചെലവില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആഗ്രഹിക്കാൻ പോലും പറ്റില്ല. അപ്പൊ നമുക്ക് നാളെ വേറെ വ്ളോഗിൽ കാണാം കേട്ടോ. ഇന്ന് ഞാൻ അധികം കത്തിവെച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.